മറ്റൊരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിന് ആധാരമായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കാം. 13-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കുന്നു. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടത് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒക്കെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. ഇതിനകത്ത് ഒരു 3-4 ഘടകങ്ങളുണ്ട്. അതിൽ നിന്ന് ഷെയർ ചെയ്യാം 10 മിനിറ്റ് സമയത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ 15-ാം വാക്യത്തിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നു. 16-ാം വാക്യത്തിൽ നീതിമാൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നു. യാക്കോബ് 1:6 പറയുന്നുണ്ട് സംശയിക്കാതെ യാചിക്കണം എന്നും പറയുന്നു. യാക്കോബിനകത്ത് പറയുന്ന പ്രാർത്ഥനയുടെ കാര്യങ്ങളാണ് ഈ നീതിമാൻ്റെ പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ഉണ്ടെങ്കിലേ അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഫലമുള്ളൂ. ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഒരു കടമ നിർവഹിക്കുകയല്ല. എൻ്റെ ഉള്ളിലുള്ള വലിയ ഡിസയറാണ് ആ കാര്യങ്ങൾ നടക്കണം. അല്ലെങ്കിൽ ആ രീതിയിൽ ദൈവം എന്നെ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നടന്നാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. അവിടെയാണ് ആത്മാവിൻ്റെ കൂടെയുള്ള പ്രാർത്ഥന വരുന്നത്. ആത്മാവിൽ ഉള്ള പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. ആത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. നമ്മൾ പറയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. അന്യഭാഷയിലുള്ള പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അത് എന്താണെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. എന്നാൽ അത് പ്രാർത്ഥിക്കേണ്ടതല്ല പറഞ്ഞത്. ആത്മാവിൽ ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള പ്രാർത്ഥന. അതാണ് റോമർ 8:26 പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏത് രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും വീട് തരണേ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കണേ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരണേ എന്ന്. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു എറ്റേണൽ പ്ലാൻ ഉണ്ട്. ദൈവഹിതം അനുസരിച്ചാണ് എറ്റേണൽ പ്ലാൻ. അത് നിങ്ങൾ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് മാറിപ്പോകത്തൊന്നുമില്ല. അത് ദൈവം എഴുതി വെച്ചിരിക്കുക. അതിനകത്ത് പിശാച് ചില ഓവർ റൈറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ടുണ്ട്, ഇപ്പം മാറ്റിയിട്ടുണ്ട് ദൈവം. എന്നാൽ ആ എറ്റേണൽ പ്ലാനിൽ എത്താനുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് ചെല്ലുന്നത്. നിങ്ങൾക്ക് വലിയൊരു വീട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ ദൈവത്തിനറിയാം അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം തരത്തില്ല. അതിന് ഉത്തരം തരാതെ വന്നിട്ട് ദൈവം അതിന് വേറൊരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ദൈവം പറയും ഇതാണ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറേ കഴിയുമ്പം നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, പ്രാർത്ഥനയുടെ സ്റ്റൈൽ അങ്ങ് മാറും, വേറൊരു രീതിയിലേക്ക് പ്രാർത്ഥനയായി തീരും. എന്നിട്ട് നിങ്ങൾ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ വിശ്വാസത്തോടുകൂടിയാണ് പ്രാർത്ഥിച്ചത് അത് കിട്ടുമെന്ന്. എന്നാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറുന്നത് നിങ്ങൾക്ക് ഉത്തരം കിട്ടി ദൈവവനത്താൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് അൾട്ടിമേറ്റ്ലി എനിക്കൊരു ലോസ് വരുത്തും, ആ പണമെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ദൈവം എന്നെ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരുമ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറും, നിങ്ങളുടെ ആ സ്ഥലത്തേക്കുള്ള കാര്യം മാറും. നിങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് വരുന്നത് നിങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല. ആ സ്ഥലത്തിലെ ഒരു ആരാധനാലയം
വിജയം വെക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ആ പ്രാർത്ഥന ദൈവം ഉത്തരം തരത്തില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പർപ്പസ് വേറെ. നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് എനിക്ക് ബൈബിൾ സ്റ്റഡി ആരംഭിക്കാനായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഹേമിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയും. ഇവിടെയാണ് പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറുന്നത്. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണല്ലോ ദാനിയേലിൻ്റെ പ്രാർത്ഥന. ദാനിയേൽക്കറിയായിരുന്നു പ്രാർത്ഥിച്ചപ്പോഴേ ദൈവം വലിയൊരു വിടുതൽ ഈ രാഷ്ട്രത്തിന് അയക്കാൻ പോവുകയാണ്. അതിനാണ് എന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദാനിയേലിനറിയാതാണ് എന്നെ കൊണ്ടുവന്ന പർപ്പസ് ആ രാഷ്ട്രത്തിന് വലിയൊരു വിടുതൽ, ആ വ്യക്തികൾക്ക് വലിയൊരു വിടുതൽ, രാജാവിന് വലിയൊരു വിടുതൽ, എഴുതിയത് മാറ്റി എഴുതാനായിട്ട് രാജാവിന് കഴിയുമെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ സാഹചര്യങ്ങളെ കണ്ടിട്ടൊന്നും വിഷമിച്ചില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ലോകത്തിലെ കാര്യം നേടുന്നതിനേക്ക് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് ഇഷ്ടമാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ആത്മീയമായിട്ടുള്ള പ്രാർത്ഥന. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ എന്താ പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല, ആ രീതിയിൽ അത് ദൈവം പ്രസൻറ്റ് ചെയ്യും. നീതിമാൻ്റെ പ്രാർത്ഥന ഇവിടെ കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് എങ്ങനെയാണ്? ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അത് തന്നെ എഴുതിയിട്ടുണ്ട്. ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ എന്തുവാ? ഏലിയാവ് നമുക്ക് സമസ്വഭാവം എന്ന് പറഞ്ഞാൽ ഏലിയാവ് എൻ്റെ ജീവൻ എടുക്കണേന്നും പറഞ്ഞു പോയി കിടന്ന മനുഷ്യനാണ്. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യനാണ്, എൻ്റെ ജീവൻ എടുക്കണേ. അന്നേരം ദൈവം എന്തോ പറഞ്ഞ്, അല്ല ഏലിയാവേ, നീ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത അനേകം പേര് ഇവിടെ ഉണ്ട്, നീ മാത്രമല്ല ഉള്ളത് എന്ന് ഏലിയാവിനോട് പറയുകയാണ്. ഒരു ശേഷിപ്പിനെ ദൈവം ഇവിടെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്, നീ മാത്രമല്ല എന്ന് പറഞ്ഞു. നീ പോകാൻ പറഞ്ഞു. നേരെ എങ്ങോട്ടാണ് പോകാൻ പറഞ്ഞേ? ദൈവത്തിൻ്റെ പർവ്വതത്തിലോട്ട് പോകാൻ പറഞ്ഞു. അവിടെ ദൈവത്തിന് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അവനെ ഓടിച്ചു. ഓക്കെ, എൻ്റെ ജീവൻ എടുക്കാൻ പറഞ്ഞ് കിടന്ന ഏലിയാവ്. അതാണ് നമ്മുടെ സ്വഭാവമുള്ള മനുഷ്യരെന്ന് പറഞ്ഞത്. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കുന്നില്ല. ഏലിയാവ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമുക്കറിയാമോ? ഇവിടെ മഴയുടെ കാര്യം പറഞ്ഞു. എന്നാൽ ഏലിയാവ് അവിടെ ജീവൻ എടുക്കാനായിട്ട് കിടന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതിന് മുമ്പുള്ള കാര്യമല്ലേ മഴ. ഏലിയാവ് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവ് വിചാരിച്ചു, എൻ്റെ ജീവൻ ഇനിയും, എൻ്റെ ജീവിതം കൊണ്ട് ഇനി യാതൊരു പ്രയോജനമില്ല. ഒരിക്കലും ഒരു മനുഷ്യരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവരാരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഇനി പ്രയാസമാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഇനി പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെയല്ല. അങ്ങനൊരു സംശയം പാടില്ല. സംശയിക്കാതെ യാചിക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തിന് വലിയ പർപ്പസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. ദൈവം നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നടത്തിയെടുക്കും. ഈ സംശയം തരുന്ന ആരാണ്? പിശാച് ആ സംശയം കൊണ്ടുവരുന്നത്. സംശയിക്കാതെ നമ്മൾ യാചിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് പറയണം. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സംസാരിച്ച് നിൻ്റെ പ്രാർത്ഥന ഈ രീതിയിലല്ല, ഇങ്ങനെയാണ് വേണ്ടത്, ദൈവം നിന്നെ ഈ രീതിയിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോഴും ദൈവദൂതൻ വരും. അവിടെ ദൈവദൂതൻ വന്ന് കനൽ ചുട്ട അപ്പവും അടയൊക്കെ കൊടുക്കും, തുരുത്തിയിലെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നീ പോ, ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കാൻ പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിടും. അവിടെയാണ് ഉപവാസവും പ്രാർത്ഥനയും വന്നു ചേരുന്നത്. അപ്പോഴും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണാം. ദൈവം നിനക്ക് പുതിയൊരു വിഷൻ തരും, പുതിയൊരു ദർശനം തരും, നിൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈലൊക്കെ മാറുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള സംശയം അതെല്ലാം പിശാച് കൊണ്ടുവരുന്നതാണ്, ദൈവമല്ല. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. പിന്നെ എന്തിനാ ഈ സംശയം വരുന്നത്? അവങ്കിലേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീതിമാന് പ്രാർത്ഥിക്കുകയല്ല, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കും. എഫക്ച്വൽ ഫെർവൻറ്റ് പ്രയർ, അതാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന പോലെയല്ല നീതിമാൻ പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുകയും ചെയ്യും. ദാവീദിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. ദാവീദ് സങ്കീർത്തനം 17 പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു, അധരശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് സന്തോഷവും പ്രത്യാശയും ഉളവാക്കുന്ന ഉത്തരങ്ങൾ ദൈവം കൊടുക്കുമെന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോയത്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ.
മത്തായി 17:21 പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കത് അസാധ്യമാകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയുന്ന ഒരു മലയങ്ങ് നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് മാറ്റാം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയല്ല ഇവിടെ വരുന്നത്. യേശു അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ വിശ്വാസത്തിൻ്റെ അളവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ കടുകുമണി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പില്ലാത്ത ഫോം ചെയ്ത രീതിയിലുള്ള വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ മല മാറിപ്പോകുന്നു. അങ്ങനെ പറയാൻ ഈ ലോകത്തെ മലകളെല്ലാം മാറി നിരപ്പായി പോകത്തില്ലേ ആൾക്കാരെല്ലാം അങ്ങനെ പറഞ്ഞു? അതല്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും ഉത്തരം തരാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇതേ കാര്യം വീണ്ടും മർക്കോസിൻ്റെ 11:23 പറയുന്നത്, ആരെങ്കിലും തന്നെ ഹൃദയത്തിൽ സംശയിക്കാതെ, നേരത്തെ ഞാൻ പറഞ്ഞാണ് ഹൃദയത്തിൽ സംശയിക്കാതെ, ജെയിംസ് 1:6 പറയുന്നത്, യാക്കോബ് 1:6 സംശയിക്കാതെ, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്ന സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടൽ ചാടുക എന്ന് പറയാം. അതുകൊണ്ട് 24 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാവും. ദൈവമാണ് പ്രാർത്ഥന കേട്ട് ഉത്തരം തരേണ്ടത്. അതുകൊണ്ട് നമ്മൾ യാചിക്കുമ്പോഴേ അത് ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴേ അത് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോഴുള്ള ധൈര്യം ദൈവം തരുന്നൊരു ദൈവകൃപയാണ്, അത് കിട്ടുമെന്നുള്ളത്. അന്നേരം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ തലമുറയെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ, ശത്രുവിനെ പിശാച് തുടരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളെ കോളേജിലും സ്കൂളിലുമൊക്കെ അയക്കുമ്പോൾ മാതാപിതാക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇന്ന് ദുഷ്കാലമാണ്, പിശാച് തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സങ്കീർത്തനം 59:2-3 വാക്യങ്ങൾ, നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് രക്ഷിക്കണമേ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. ഇത് ആരെ പ്രാർത്ഥിക്കുന്ന? ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? ആ സമയത്തും ദാവീദിനെ കൊല്ലുവാനായിട്ട് നീതികേട് പ്രവർത്തിക്കുന്നവരും രക്തപാതകന്മാരും ഉണ്ട്. ആ സമയത്ത് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറയുന്നു. ഇവിടെ ഇതുപോലെ നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവന ഭീഷണിയായിട്ട് പിശാച് പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കണമേ, അവരെ സൂക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്ന് വരണം. ഇത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ദൈവശക്തി നമ്മൾ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അരുതാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രാർത്ഥനയിൽ കൂടി പ്രാപിക്കുന്ന ദൈവശക്തിയും നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ ഓർക്കണം. സാംസൺ ആൻഡ് ദലീല എക്സാമ്പിള്, ശിംശോനും ദലീലയും. അവൻ ആയിരിക്കേണ്ടാത്ത സ്ഥലത്ത് ചെന്ന് ആയിരിക്കേണ്ടാത്ത ആളിൻ്റെ അരികിൽ ചെന്നിട്ട് അവനെ ചെയ്യേണ്ടാത്ത നാസിർ വിതർക്കാരനായ ഒരുത്തന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ജീവിതത്തെ സബ്മിറ്റ് ചെയ്ത ഒരുത്തന് അവിടെ ചെന്നിട്ട് അവൻ പറയുകയാണ്, എൻ്റെ തലമുടി മുറിച്ച് മാറ്റിക്കോ, എൻ്റെ ശക്തിയെല്ലാം പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? തലമുടി മുറിച്ച് മാറ്റി. പഴയതുപോലെ അവൻ എടുത്ത് ചാടാൻ നോക്കി, പറ്റിയില്ല, അവൻ്റെ ശക്തി വിട്ടുപോയായിട്ട് കാണുന്നു. അതുകൊണ്ട് എന്താണ്? പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപാവരങ്ങളെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നേടുകയും ചെയ്തവരെ സാഹചര്യങ്ങളെ കൂടി കടന്നു പോകുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്, പ്രാർത്ഥനയിൽ കൂടിയുള്ള ശക്തി നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഡെമോണിക് അറ്റാക്കുകൾ ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ വരും. അത് നമുക്കറിയാം. വഴിയിൽ കൂടി പോകുന്ന ദുഷ്ടൻ നമ്മളെ നോക്കുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല. വഴിയിൽ കൂടി പോകുന്ന ദുഷ്ടൻ നമ്മളെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല. പിശാചിനോട് ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നു. 800 കോടി ജനമുള്ള ഈ ലോകത്തിൽ നമുക്കറിയാം, ഒരാളിനെ പോലും തൻ്റെ ദാസന്മാരുടെ മേൽ ദൃഷ്ടി വെക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിശാച് എന്നാൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയുകയാണ്, വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. എങ്ങനെയാണ് ഉത്തരം തരുന്നത്? ശുദ്ധിയുള്ള അതരങ്ങളോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വീണ്ടെടുക്കപ്പെട്ട ജനമായിട്ട് ദൈവത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിൽ നിന്ന് കരുണകളെ, കൃപകളെ ദൈവം ചൊരിഞ്ഞു തരികയും നിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം കാര്യങ്ങളെ നീക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ആട് കരയുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ
നിങ്ങൾ വല്ലാതെ യാചിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല എന്ന് ജെയിംസ് പറഞ്ഞതുപോലെയുള്ളതായി പോകും എന്ന് നമ്മൾ ഓർക്കുക. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങളിൽ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. നല്ലൊരു വാക്യമാണ്. 1 യോഹന്നാൻ 5:14-15 വാക്യം. അവൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അവനോട് ചോദിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. ഇവിടെ ഒരു ബാരിയറും ഇല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ പെറ്റീഷൻ കൊടുക്കുന്നതിന്. നേരത്തെ പറഞ്ഞാണ്, ആകെ ചെയ്യേണ്ട ഒരു പ്രെയർ, ഒരു പെറ്റീഷൻസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ, പെറ്റീഷൻ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രെയറിനെയൊക്കെ ഉപയോഗിച്ചിട്ട്. നാം എന്ത് അവൻ്റെ ഇഷ്ടപ്രകാരം ചോദിച്ചാലും അവൻ നമുക്ക് തരും. അതൊരു കണ്ടീഷനാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം. അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടവും നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പുതിയ നിയമത്തിൽ മുഴുവൻ പഠിപ്പിക്കുന്ന ഇതാണ്. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ രാജ്യം വരണം, നിന്റെ നാമം വിശുദ്ധീകരിക്കണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അവൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. എന്തുവാണ് അവൻ്റെ ഇഷ്ടം? സ്വർഗം വിശുദ്ധീകരിച്ചിരിക്കുന്ന പോലെ ഭൂമിയും വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അതാണ് അവൻ്റെ ഇഷ്ടം. അവൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നടക്കണം. അവൻ്റെ ഇഷ്ടപ്രകാരം അതിനുവേണ്ടി നിങ്ങൾ എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയാണ് നീതിമാൻ്റെ പ്രാർത്ഥന, ശുദ്ധമുള്ള അധരങ്ങളുള്ള പ്രാർത്ഥന, സംശയിക്കാതുള്ള പ്രാർത്ഥന. ഇതെല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പം മനസ്സിലായല്ലോ നമ്മുടെ പ്രാർത്ഥന എന്താണ്, പ്രാർത്ഥനയിൽ എന്താണ് കുറവ്, പ്രാർത്ഥനയുടെ കുറവ് എന്താണ്, ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ മനസ്സിലായി. ഒരു കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്. പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം കണ്ണടച്ചിരിക്കുന്ന ദൈവമല്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരമല്ല, അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ അപേക്ഷ കേട്ട ഉത്തരം തരും എന്നുള്ളത് അവനുള്ള ധൈര്യമാണ്. അതുകൊണ്ട് വി ആർ കമ്മിങ് ടു ഹിസ് പ്രസൻസ് ഇൻ ഹിസ് ബോൾഡ്നെസ്. അവൻ്റെ സന്നിധിയിലെ ശക്തിയോടുകൂടി ബോൾഡായിട്ട് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ അവൻ നമുക്ക് ഉത്തരം തരും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും അവൻ്റെ ഇഷ്ടപ്രകാരം. അതിൽ കൂടി പല കാര്യങ്ങളും നടക്കും, തലമുറകളുടെ കാര്യം, എൻ്റെ പേഴ്സണൽ കാര്യം എല്ലാം നടക്കും. എന്നാൽ നമുക്ക് ആ വിശ്വാസം വേണം. രോഗം, പ്രയാസം, ദുഃഖം, നെടുവീർപ്പ്, കഷ്ടത എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതെല്ലാം മാറ്റിത്തരും. നമുക്ക് പ്രാർത്ഥിക്കാമോ? അവിടെയാണ് വലിയൊരു ഡെലിവറൻസ് ഉണ്ട്. പ്രാർത്ഥനയിലെ ശക്തിയിൽ കൂടി നമുക്ക് വിടുതൽ വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 4-5-6 എപ്പിസോഡ് വഴി പറഞ്ഞു. 6 എപ്പിസോഡ് വഴി ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ കൂടിയുള്ള വിടുതലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പ്രാർത്ഥനയിൽ കൂടി വിടുതൽ വേണം. ഇനി ഈ പ്രാർത്ഥിക്കുമ്പോഴേ ഇതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സാധനമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നൊരു സാധനം. ദാനിയേൽ പ്രാർത്ഥിച്ചു, ഉത്തരം കൊടുത്തു, എന്നാൽ തടസ്സം വന്നു, വഴിയിലൊരുത്തൻ തടസ്സപ്പെടുത്തി. എന്നാൽ അത് അൾട്ടിമേറ്റ്ലി അവനെ വിടുവിച്ചു, അവനെ വെട്ടി ദൈവത്തിൻ്റെ ദൂതൻ വന്നു, കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ഇറങ്ങും, ദൂതനെ കൊണ്ട്, വാളുകൊണ്ടുള്ള ദൂതനെ കൊണ്ട് ഇറക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. തടസ്സപ്പെടുത്തിയാൽ അതിൽ നിന്നൊക്കെ മാറ്റും. ആ തടസ്സത്തിൽ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത എപ്പിസോഡ്. അടുത്ത 2 എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ പിശാചിൻ്റെ തടസ്സത്തിൽ നിന്ന്, സംശയം കൊണ്ടുവരുന്ന പിശാചിൻ്റെ തടസ്സത്തിൽ നിന്ന്, ഡെമോണിക് അറ്റാക്കിൽ നിന്ന് എങ്ങനെ നമ്മൾ വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡ്. ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. നീതിമാൻ്റെ പ്രാർത്ഥന, സംശയമില്ലാത്ത പ്രാർത്ഥന, ധൈര്യത്തോടുകൂടിയുള്ള പ്രാർത്ഥന, അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. ഇത്രയും കാര്യങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇത് കേൾക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഏത് ആവശ്യമായാലും അതിലെല്ലാം വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ തടസ്സപ്പെട്ടോ അതെല്ലാം കർത്താവെ മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തുടർമാനമായിട്ട് ഇത് കാണണം. നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും 9:30 മണിക്ക് വരുമല്ലോ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രത്യേകിച്ചും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ മടിക്കേണ്ട. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.